ഇന്ന് മോഹൻലാലിൻ്റെതായ ചില വീഡിയോകൾ വൈറലായിരിക്കുകയാണ്. അതിലൊന്ന് മോഹൻലാൽ പങ്കുവച്ച ഒരു വീഡിയോ തന്നെയായിരുന്നു. പങ്കുവച്ചത് എന്ന് പറയുമ്പോൾ ഒരു ആഡ് വീഡിയോ ആണ് മോഹൻലാൽ പങ്കുവച്ചത്. അത് കൊളാബറേറ്റ് ചെയ്യുന്നതാകട്ടെ സാക്ഷാൽ പ്രകാശ് വർമ്മയുമായിട്ട്. തുടരുമെന്ന സിനിമയിൽ മോഹൻലാലിന് വില്ലനായി എത്തിയ പ്രകാശ് വർമ്മ ഇന്ത്യയിൽ തന്നെ ടോപ്പസ്റ്റ് പരസ്യ സംവിധായകൻ എന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഷാറുഖ് ഖാനെ വെച്ച് ദുബായ് ടൂറിസത്തിന് വേണ്ടിയുള്ള വലിയ ആടുകൾ മേക്ക് ചെയ്ത അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. തുടരുമെന്ന സിനിമ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായതും പ്രകാശ് വർമ്മ തന്നെയാണ്. ഇപ്പോഴിതാ സാക്ഷാൽ മോഹൻലാലിനെ വെച്ച് അദ്ദേഹം ഒരു ആഡ് ചെയ്തിരിക്കുന്നു. വിൻസ്മേര ജുവലറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഡാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ആഡ് ഓൾറെഡി TV ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു ഫൺ വെർഷനാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് കൗതുകവും. അതാണ് ശരിക്കും ആരാധകരെ അതിശയിപ്പിച്ചതും. ഡയറക്ടർ പ്രകാശ് വർമ്മയ്ക്ക് മോഹൻലാലിനെ വെച്ചും ഒരു ഗംഭീര സംഭവം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ഒരു ചിത്രം, ഒരു ആഡ്. അതിലെ മോഹൻലാലിന്റെ ഒരു സ്ത്രൈണഭാവവും ഒക്കെ കാണിച്ചു തന്ന് നമ്മളെ അതിശയിപ്പിച്ചു. ഒന്ന് അതിശയിക്കാതെ ഈ ആഡ് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഒരു വ്യത്യസ്ത രീതിയിലുള്ള ആഡ്. അവസാനം മോഹൻലാലിന്റെ ചില മാനറിസങ്ങളും ചില ഡാൻസ് മുദ്രകളും അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ഐക്കോണിക്കായ ചിരിയും കൗതുകരമായ ഡയലോഗും ഒക്കെ ചേർന്നപ്പോൾ ഒരു ഗംഭീര സംഭവമായി മാറി. ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അത് പറയേണ്ടതില്ലല്ലോ. ജോർജ് സാറും ബെൻസും അനദർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ലാലേട്ടന്റെ എക്സ്പ്രഷൻ ഒക്കെ ഗംഭീരമായിട്ടുണ്ട് എന്ന കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ഈ വീഡിയോയ്ക്ക് താഴെ. മോഹൻലാലിനെ വെച്ചൊരു ആഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് പ്രകാശ് വർമ്മ ചെയ്തിരിക്കുന്നത്. പ്രകാശ് വർമ്മ ഇതിൽ പുലി തന്നെയാടാ എന്ന് പലരും ഇപ്പോൾ തന്നെ അടിവരയിട്ട് പറയുകയാണ്. എന്തായാലും ലാലേട്ടൻ കൊതിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ ആരാധകരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തൊട്ട് പിന്നാലെ മോഹൻലാലിന്റെയും പ്രണവിന്റെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വൈറലായതാണ് കൗതുകരമാകുന്നത്. സിനിമയ്ക്ക് പുറത്ത് പൊതുവെ ക്യാമറയ്ക്ക് അധികം മുഖം കൊടുക്കാത്തയാളാണ് പ്രണവ് മോഹൻലാൽ. ഇടയ്ക്ക് സിനിമ ചെയ്യാറുണ്ടെങ്കിലും ജോലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ യാത്രകൾക്ക് പോകുന്നതാണ് താരത്തിന്റെ പതിവ്. ആളും ആരവങ്ങളും ഇല്ലാതെ പ്രണവും മോഹൻലാലും ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. പണി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നടൻ ബോബി കുര്യനാണ് ഈ പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. മോഹൻലാലും പ്രണവും ഒരുമിച്ച് നടക്കുന്ന സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ആണിത്. കയ്യിലൊരു ബാഗുമായി മുന്നിൽ നടക്കുകയാണ് പ്രണവ്, പിന്നാലെ മോഹൻലാലും. ഇടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കി മോഹൻലാൽ ചിരിക്കുന്നുണ്ട്. 20ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ പ്രശസ്തമായ പശ്ചാത്തല സംഗീതമാണ് വീഡിയോയ്ക്ക് അകമ്പടി. രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചത്. എവിടുന്നോ പിടിച്ചോണ്ട് വന്ന പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരു കമന്റ്. ലാലേട്ടൻ കിട്ടിയ അവസരമാ, വീഡിയോയും ഫോട്ടോയും എടുത്തു വെച്ചോ, ഇനി എപ്പോഴാ ഇവനെ കാണാവുന്നത് എന്ന് പറയാനാവില്ല. എന്താ മോനെ ഇത്, ഒന്ന് ഒതുങ്ങി ഒരു സൈഡിലൂടെ നടക്കും മോനെ, വീഡിയോ എടുക്കുന്നവനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, റേഷൻ കടയിൽ പോയ അപ്പൂനെ പിടിച്ചുകൊണ്ട് വരുന്ന ലാലേട്ടൻ എന്നെല്ലാം നീളുന്നു കമന്റുകൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രണവ് നായകനാകുന്ന ഡൈസ് ഇറെ എന്ന ഹൊറർ ത്രില്ലർ അണിയറയിൽ ഒരുങ്ങുകയാണ്. പ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണിത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വമാണ് മോഹൻലാലിന്റേതായി പുറത്തുവരാനിരിക്കുന്ന ചിത്രം. എന്തായാലും പ്രണവിന്റെയും മോഹൻലാലിന്റെയും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഇതൊരു പഴയ വീഡിയോ തന്നെയാണെന്ന് പറയാൻ കഴിയും. കാരണം ഇതേ വീഡിയോയിലുള്ള ലുക്കിൽ മോഹൻലാലിന്റെ ഫോട്ടോകൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ആരാധക പേജിൽ. അതിനൊപ്പം തന്നെ ഇതേ വേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രണവ് മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നതും.